ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയായിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2025-26 അക്കാഡമിക് ഇയറിലോട്ടുള്ള PG അഡ്മിഷന് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിലുള്ള ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ് കോളേജിലോട്ട് വിദ്യാർത്ഥികളുടെ ഡിഗ്രി മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള നോർമൽ അഡ്മിഷനാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ വിശദമായി വിട്ടു പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാൻ ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാൻ ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താണ്. അപ്പോൾ PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്ക് എങ്ങനെ സ്വന്തമായിട്ട് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുമെന്നുള്ള ഡീറ്റെയിൽ ഇൻഫർമേഷനാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടെ കണ്ടതിന് ശേഷം മാത്രം വിദ്യാർത്ഥികൾ അപേക്ഷ നൽകുവാനോട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് വിദ്യാർത്ഥി നോട്ട് ചെയ്ത് വെക്കുക. admission.uoc.ac.in എന്നുള്ള വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ നിങ്ങൾക്കിവിടെ PG CAP 2025-26 അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് വിദ്യാർത്ഥികൾ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ ഒന്ന് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ് കോളേജിലോട്ടുള്ള നോർമലായിട്ടുള്ള PG അഡ്മിഷനാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക, 13/6/2025 വരെ സമയമുണ്ട്. അതുകൊണ്ട് തന്നെ തിരക്ക് പിടിച്ച അപേക്ഷ കൊടുത്ത് നിങ്ങൾ മിസ്റ്റേക്ക് വരുത്തരുത്. കൃത്യമായിട്ട് ഏതൊക്കെയാണ് കോളേജസ്, അതേപോലെ ഏതാണ് കോഴ്സ്, ഇതൊക്കെ എല്ലാം കൃത്യമായി ധാരണയാക്കിയതിന് ശേഷം മാത്രം വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുത്തിടുക. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് നോക്കുക. അതായത് ഓൺലൈൻ അപേക്ഷ ഫീസായിട്ട് കൊടുക്കേണ്ടത് ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർ 495 രൂപയും SC/ST വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ 205 രൂപയുമാണ്. താരതമ്യേന വളരെ ഫീസ് കുറവാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി PG അഡ്മിഷൻ അപേക്ഷ ഫീസ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു എമൗണ്ട് നിങ്ങൾ ഓൺലൈൻ അപേക്ഷ സമയത്ത് നിങ്ങൾ കൊടുത്തിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യം ജസ്റ്റ് മനസ്സിലാക്കിയാൽ ജസ്റ്റ് ഇവിടെ പ്രസ് റിലീസ് എന്നാൽ അതും കൂടി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മാനേജ്മെൻറ്റ് കോട്ടയാണെങ്കിലും സ്പോർട്സ് കോട്ട അല്ലെങ്കിൽ NRI കോട്ട, ഇങ്ങനെ ഏത് കോട്ടയിലാണെങ്കിലും മുഴുവൻ വിദ്യാർത്ഥികളും ഈ പറയുന്ന ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യൽ നിർബന്ധമാണ്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന മാനേജ്മെൻറ്റ് സ്പോർട്സ് NRI കോട്ടയിൽ അപേക്ഷ കൊടുക്കുന്നവർ ഓൺലൈൻ രജിസ്ട്രേഷൻ ശേഷം നിർബന്ധമായിട്ട് നിങ്ങൾ പ്രവേശനം ആഗ്രഹിക്കുന്ന കോളേജിലും ഡയറക്റ്റ് പോയിട്ട് അപേക്ഷ കൊടുക്കേണ്ടതാണ്. എന്നാൽ നോർമലായിട്ടുള്ള മെറിറ്റ് കോട്ടയിലെ വിദ്യാർത്ഥികൾ ജസ്റ്റ് ഈ പറയുന്ന ഓൺലൈൻ അപേക്ഷ മാത്രം കൊടുത്തിട്ടാണ് മതി. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യം പരമാവധി 15 കോളേജ് ഓപ്ഷൻ വരെ വിദ്യാർത്ഥികൾ കൊടുക്കാം. അതായത് 15 കോളേജ് അല്ലെങ്കിൽ 15 ഓപ്ഷൻ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് എയ്ഡഡ് സ്വാശ്രയ കോളേജുകളിൽ കോഴ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും താല്പര്യമുള്ള അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഓപ്ഷനുകൾ മുൻഗണനാ ക്രമത്തിൽ നിർബന്ധമായിട്ട് കൊടുക്കണം. അതായത് ഒന്നാമത് കിട്ടിയാൽ പോകുന്ന കോളേജ് അല്ലെങ്കിൽ ഒന്നാമത് കിട്ടിയാൽ പോകുന്ന കോഴ്സ് അത് നിർബന്ധമായിട്ടും 1, 2, 3, 1, 4 ആ രീതിയിൽ ഓർഡർ നിങ്ങൾ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. ഈ പറയുന്ന കാര്യങ്ങൾക്ക് വിദ്യാർത്ഥി ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. കൂടാതെ നിങ്ങൾക്കിവിടെ പ്രോസ്പെക്ട്സ് കൂടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ആ പ്രോസ്പെക്ട്സും കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിഷൻ്റെ ഓരോ അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും. അതൊക്കെ വിദ്യാർത്ഥികൾ ജസ്റ്റ് ഒന്ന് കൃത്യമായിട്ട് വായിച്ച് നോക്കുക. കൂടാതെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആൻഡ് ഇൻഡെക്സിങ് റൂൾ, അപ്പോൾ വിദ്യാർത്ഥികളുടെ ജസ്റ്റ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ കാര്യവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് മൂന്നാമത്തത് ക്ലിക്ക് ചെയ്യുന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സബ്ജക്റ്റിലും, അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിലുള്ള PGയുടെ ടോട്ടൽ സബ്ജക്റ്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതായത് 48 സബ്ജക്റ്റിലാണുള്ളത്. അപ്പോൾ അതിൽ നിങ്ങളുടെ MSc മാത്തമാറ്റിക്സ് ആണെങ്കിൽ ആ MSc മാത്തമാറ്റിക്സിൻ്റെ ഇൻഡെക്സിങ് റൂൾ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അത് അത്തരത്തിലുള്ള എലിജിബിലിറ്റിയും അതേപോലത്തെ ഇൻഡെക്സിങ് റൂളും ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കൂടാതെ ഫീസ് സ്ട്രക്ചറെ കൂടെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യം കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞ ശേഷം വിദ്യാർത്ഥികൾ ഇവിടെ ജസ്റ്റ് PG CAP 2025-26 അപ്ലൈ എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒന്നാമതായിട്ട് സെലക്ട് രജിസ്ട്രേഷൻ ടൈപ്പ് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ജസ്റ്റ് PG CAP ക്ലിക്ക് ചെയ്തു, ഡൺ അടിച്ചു കഴിഞ്ഞു. അതേപോലെ നിങ്ങളുടെ എൻ്റർ യുവർ നെയിം SLC ബുക്കിൽ അതേ രീതി നിങ്ങൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്താതെ എൻ്റർ ചെയ്ത് കൊടുക്കുക. മൊബൈൽ ഫോൺ വഴിയാണ് ഞാൻ അപേക്ഷ കൊടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോൺ വഴി അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതേപോലെ ഇമെയിൽ ID, ഇപ്പോൾ കൈവശമുള്ള ഇമെയിൽ ID മൊബൈൽ നമ്പർ കൊടുക്കുക. അതേപോലെ ആ മൊബൈൽ നമ്പർ കൺഫേം ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ രജിസ്റ്റർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP പോകും. ആ OTP നിങ്ങൾ കൃത്യമായിട്ട് ജസ്റ്റ് ആ OTP വെരിഫിക്കേഷൻസിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ മൊബൈൽ നമ്പറിൽ കൃത്യമായിട്ട് സെക്യൂരിറ്റി കീയും അതായത് CAPIDയും സെക്യൂരിറ്റി കീ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആ സെക്യൂരിറ്റി കീയും CAPIDയും വെച്ച് ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് സൈൻ ഇൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സെക്യൂരിറ്റി CAPIDയും അതേപോലെ തന്നെ ആ സെക്യൂരിറ്റി കീയും കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിലോട്ട് പോകാൻ സാധിക്കുന്നതാണ്. വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പറയുന്ന CAPIDയും സെക്യൂരിറ്റി കീയും നിങ്ങൾ അഡ്മിഷൻ്റെ മുഴുവൻ ഘട്ടങ്ങളിലും, അതായത് അഡ്മിഷൻ നിങ്ങൾക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നതുവരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ പറയുന്ന സെക്യൂരിറ്റി കീയും CAPIDയും ആവശ്യമാണ്. ഇത് വെച്ചിട്ടാണ് നിങ്ങൾ അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്തൊക്കെ കാര്യം നമുക്ക് നോക്കാം.
രണ്ടാമത്തത് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ നെയിം, ഇമെയിൽ അഡ്രസ്സ് ഒക്കെ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആ രീതിയിൽ ജസ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അതിൽ ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ ഓൾറെഡി വന്നിട്ടുണ്ട്. ആധാർ നമ്പർ കൃത്യമായിട്ട് വാലിഡ് ആയിട്ടുള്ള ആധാർ നമ്പർ കൊടുക്കുക. അതുപോലെ അപ്പാർ ഐ ഡി, കൂടാതെ പാരൻറ്റ് നെയിം SSLC ബുക്കിൽ അതേ രീതിയിൽ തെറ്റുകൂടാതെ കൊടുക്കുക. പാരൻറ്റ് മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കുക. അതുപോലെ പാരൻറ്റ് ആനുവൽ ഇൻകം, ജസ്റ്റ് നിങ്ങളുടെ പാരൻറ്റ് അല്ലെങ്കിൽ ഗാർഡിയൻ്റെ ആനുവൽ ഇൻകം, ഇയർലി ഇൻകം എത്രയാണോ ആ രീതിയിൽ കൊടുക്കുക. അതോടൊപ്പം തന്നെ റിലീജിയൻ കറക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. നിങ്ങളുടെ റിസർവേഷൻ കാറ്റഗറി ഏതാണ് ജസ്റ്റ് ഓട്ടോമാറ്റിക് ഇതിൽ കാണാൻ സാധിക്കും. അത് SSLC ബുക്കിൽ അതേ രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇനി കാസ്റ്റ് സെലക്ട് ചെയ്യുന്നു, നാഷണാലിറ്റി, അതുപോലെ അഡ്രസ്സ്, പിൻകോഡ്, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, താലൂക്ക്, വില്ലേജ്, ഇത്രയും കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സും കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും സെയിം ആണ്. ജസ്റ്റ് ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അഡ്രസ്സ് ഓൾറെഡി അതിൽ വന്നിട്ടുണ്ട്. ശേഷം നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡു യു ബിലോങ് ടു നോൺ ക്രിമിനൽ. അപ്പോൾ നോൺ ക്രിമിനൽ ആണെങ്കിൽ യെസ് കൊടുക്കുക, അപ്പോൾ അല്ലാത്തവർ നോൺ കൊടുക്കുക. അപ്പോൾ നോൺ ക്രിമിനൽ ആണെങ്കിൽ നിർബന്ധമായും നിങ്ങൾ കൈവശം ഇപ്പോൾ അപേക്ഷ സമയത്ത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിലും ഒറിജിനൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കണം. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്നവർ മാത്രം യെസ് കൊടുക്കുക. ഇനി അതോടൊപ്പം തന്നെ ആർ യു ബിലോങ് ടു EWS കമ്മ്യൂണിറ്റി. അപ്പോൾ EWS കാറ്റഗറിയിൽപ്പെട്ടവരാണെങ്കിൽ യെസ് കൊടുക്കുന്നു, അല്ലാത്തവർ നോ. അപ്പോൾ യെസ് കൊടുത്തവർ നിർബന്ധമായിട്ടും EWS സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ സമയത്ത് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. കൂടാതെ ഓർഫൻ ആണെങ്കിൽ യെസ്, അല്ലാത്തവരിനോ. സ്പോർട്സ് കോട്ടയിൽ അപേക്ഷ കൊടുക്കുന്നവരാണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലാത്തവരിനോ കൊടുക്കുക. അതുപോലെ ഹാവ് യു ഓൾറെഡി കംപ്ലീറ്റ് PG, നിങ്ങൾ ഓൾറെഡി PG കംപ്ലീറ്റഡ് ആണെങ്കിൽ നിങ്ങൾ യെസ് കൊടുക്കുന്ന, അല്ലാത്തവരിനോ ഒന്ന് കൊടുക്കണം. അപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ സേവ് ആൻഡ് പ്രൊസീഡ് ബട്ടൺ പ്രസ് ചെയ്തു. നമുക്ക് അടുത്ത പേജിലോട്ട് പോകാം. സ്റ്റെപ്പിൽ വെയിറ്റേജ് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ അതിലായിട്ട് ജസ്റ്റ് ഈ പറയുന്ന വെയിറ്റേജ് ഡീറ്റെയിൽസ് കൊടുക്കും നിർബന്ധമായിട്ട് നിങ്ങളുടെ കൈവശം സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇല്ലാത്ത കാര്യം നിങ്ങൾ ഒരിക്കലും കൊടുക്കരുത്. അപ്പോൾ അതായത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്, അപ്പോൾ 40% ഡിസബിലിറ്റി ആണെങ്കിൽ മാത്രം യെസ് കൊടുക്കുക, അല്ലാത്തവർ നോ എന്ന് കൊടുക്കുക. അപ്പോൾ യെസ് കൊടുത്തവർ ഏതാണ് ടൈപ്പ് സെലക്ട് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് സർട്ടിഫിക്കറ്റ് കൈവശം ഉണ്ടായിരിക്കണം. അതിൽ ഹോൾഡർ ഓഫ് NSS സർട്ടിഫിക്കറ്റ്, NSS സർട്ടിഫിക്കറ്റ് ഹോൾഡർ ആണെങ്കിൽ മാത്രം യെസ് കൊടുക്കുക, അല്ലാത്തവർ നോ എന്ന് കൊടുക്കുക. അത് ഡിഗ്രി ലെവലായിരിക്കണം, +2 ലെവൽ പറ്റുകയില്ല, ഇക്കാര്യം ശ്രദ്ധിക്കുക. ഇനി ഹോൾഡർ ഓഫ് NCC സർട്ടിഫിക്കറ്റ്, അപ്പോൾ NCC സർട്ടിഫിക്കറ്റ് 75% ഉണ്ടെങ്കിൽ ആ രീതിയിൽ കൊടുക്കുക, എല്ലാത്തവർ ജസ്റ്റ് നോ എന്ന് കൊടുക്കുക. ശേഷം അതേപോലെ തന്നെ എസ് ആണെങ്കിൽ ABC ഏതാണ് റാങ്ക് ഏതാണ് കാറ്റഗറി കൃത്യമായിട്ട് കൊടുക്കുന്നു. ഇനി തമിഴ് ലിംഗ്വിസ്റ്റിക്കിൽപ്പെട്ടവരാണ് യെസ് കൊടുക്കുക, അല്ലാതെ നോ എന്ന് കൊടുക്കുന്നു. ഇനി അതേപോലെ തന്നെ ആർ യു ഡിഗ്രി ഹോൾഡർ ഹു ഹാവ് സ്റ്റഡീഡ് അറ്റ്ലീസ്റ്റ് 1 കോഴ്സ് ഇൻ മാത്തമാറ്റിക്സ് ഓർ കമ്പ്യൂട്ടർ സയൻസ്, അപ്പോൾ ഈ രീതിയിലാണ് യെസ് അല്ലാത്തവർ നോ എന്ന് കൊടുക്കുന്നു. ഇനി ഹാവ് യു സ്റ്റഡീഡ് ഇലക്ട്രോണിക്സ് ആസ് എ സബ്ജക്റ്റ്, അപ്പോൾ ഇലക്ട്രോണിക് സബ്ജക്റ്റായിട്ട് പഠിച്ചവരാണ് യെസ് അല്ലാത്തവർ നോ എന്ന് കൊടുക്കുന്നു. ഇനി ഇലിറ്ററസി എഡ്യൂക്കേഷൻ പ്രോഗ്രാം, അപ്പോൾ യെസ് ആണെങ്കിൽ യെസ് അല്ലാത്തവർ നോ എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സേവ് ആൻഡ് പ്രൊസീഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സ്റ്റേജിലെത്തും. അപ്പോൾ ഫോട്ടോയുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ തന്നെ ജസ്റ്റ് ചൂസ് ഫയൽ ചെയ്തിട്ട് നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ ഫോട്ടോ ആ രീതിയിൽ ജസ്റ്റ് സെലക്ട് ചെയ്ത് നമുക്കൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം. മൊബൈൽ ഫോണിലെ ഗാലറിയിൽ ഒരു ഫോട്ടോ സെറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് ഫോട്ടോ കാണാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിൽ ഫോട്ടോ കൊടുത്ത് സേവ് ആൻഡ് പ്രൊസീഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ഡിഗ്രി ലെവൽ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ഇവിടെ കൃത്യമായിട്ട് കൊടുക്കുന്നു. യൂണിവേഴ്സിറ്റി, അതേപോലെ ഡിഗ്രി ടൈപ്പ്, UG പ്രോഗ്രാം, അതേപോലെ UG സ്കീം, UG രജിസ്റ്റർ, അതായത് ഡിഗ്രിയുടെ മുഴുവൻ ഡീറ്റെയിൽസും കൊടുക്കുക. നമ്പർ ഓഫ് ചാൻസ് 1 ആണ് 1, ഇയർ ഓഫ് പാസിംഗ്, മാർക്ക് ഓർ ഗ്രേഡ് സിസ്റ്റം, മെയിൻ ടൈപ്പ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സേവ് ആൻഡ് പ്രൊസീഡ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എല്ലാ കാര്യം ഡീറ്റെയിൽസ് ചെയ്ത് പോകുന്നില്ല. മാർക്ക് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നിങ്ങളുടെ ഡിഗ്രിയുടെ അതേ രീതിയിൽ മാർക്ക് ഡീറ്റെയിൽസ് കൊടുക്കുന്നു. അതിനുശേഷമാണ് നിങ്ങൾ കോളേജ് ഡീറ്റെയിൽസ്. നേരത്തെ പറഞ്ഞാൽ 15 ഓപ്ഷൻ വരെ വിദ്യാർത്ഥികൾ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പരമാവധി ഗവൺമെൻറ് എയ്ഡ് ഏറ്റവും മുകളിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി തീരെ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ ഏറ്റവും ഫസ്റ്റ് സെൽഫ് ഫിനാൻസ് കൊടുത്താലും വിഷയമില്ല. അപ്പോൾ 15 ഓപ്ഷൻ വരെ വിദ്യാർത്ഥികൾ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഈ കോളേജ് ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും അവസാനമായിട്ട് ആപ്ലിക്കേഷൻ പ്രിവ്യൂ ആണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി കൃത്യമായിട്ട് പരിശോധിക്കുക. നിങ്ങൾ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാ കാര്യം കാരണം എഡിറ്റ് ചെയ്യാൻ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എല്ലാ കാര്യം കൃത്യമായിട്ട് കൊടുത്തു എന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രം നിങ്ങൾ ഫൈനലി കൺഫർമേഷൻ കൊടുക്കുക. അപ്പോൾ ആ ഫൈനൽ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് ലഭിക്കുന്ന ആ ഒരു PDF നിർബന്ധമായിട്ട് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം കമ്മ്യൂണിറ്റി കോട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്ത 15 ഓപ്ഷനിൽ അതത് ഈ റിസർവേഷൻ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളിൽ ഈ 15 കോളേജുകൾ നിങ്ങൾ കൊടുത്ത കോളേജിൽ 1, 2, 3 കോളേജ് ഉണ്ടെങ്കിൽ ആ പറയുന്ന കോളേജിൽ നിങ്ങളെ കമ്മ്യൂണിറ്റി കോട്ടയിൽ കൂടി പരിഗണിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ 15 കോളേജുകൾ നിങ്ങളുടെ റിസർവേഷൻ അണ്ടറിൽ വരുന്ന കമ്മ്യൂണിറ്റി കോട്ടയിൽപ്പെട്ട കോളേജാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ അത്തരത്തിൽ ഈ രീതിയിൽ കമ്മ്യൂണിറ്റി കോട്ട ഓട്ടോമാറ്റിക് സെപ്പറേറ്റ് വേറെ അപേക്ഷ ഒന്നുമില്ല. അതായത് 15 ഓപ്ഷനിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി റിസർവേഷൻപ്പെട്ട കോളേജിൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ റിസർവേഷൻ കമ്മ്യൂണിറ്റി കോട്ടയിൽ പരിഗണിക്കുന്നതായിരിക്കും. ഇത്രയും മാത്രമാണ് ജസ്റ്റ് PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളുടെ ശ്രദ്ധയോടെ അപേക്ഷ കൊടുക്കുക. അപ്പോൾ നിലവിൽ സമയമുണ്ട്, സമയമെടുത്തുകൊണ്ട് തന്നെ അപേക്ഷ കൊടുക്കുക, തെറ്റ് വരുത്തരുത്. അപ്പോൾ ഇത്തരത്തിൽ വളരെ ശ്രദ്ധയോടുകൂടെ നിങ്ങളുടെ കോളേജ് അതേപോലെ കോഴ്സ് ഓപ്ഷൻസ് കൊടുക്കുന്നതിന് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഇന്നോ നാളെ പരമാവധി അപേക്ഷ തെറ്റുകൂടാതെ നിങ്ങൾ കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിൽ എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഡിഗ്രി
ആണെങ്കിലും PG ആണെങ്കിലും B.Ed ആണെങ്കിലും സ്കോളർഷിപ്പ് ആണെങ്കിലും അത്തരത്തിലുള്ള എല്ലാ അപ്ഡേറ്റ്സുകൾക്കും നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു എഡ്യൂക്കേഷൻ അപ്ഡേറ്റും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഇടാം. ഇറ്റ്സ് മീ സവാദ് അരിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.